പിന്നെ നടന്നു. അല്ലെങ്കിൽ ഈ ഇറക്കന്മാർക്കൊരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. അയ്യോ എനിക്ക് വയ്യ. ആ എടാ ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. ആ പിന്നെ വിളിക്കേ. പൊന്നാട അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. അയ്യോ എന്താണത്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ? രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ. അപ്പൊ ഒന്ന് അത്ത പറയ പോലെ പറയൂ. ആ പറ. പറയല്ലേടോ. എങ്ങനെയുണ്ട് കണ്ടില്ലേ? മറ്റേ മോനെ, എസ് ഐ രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാലി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറയേ സാറേ, എല്ലാത്തിനും പിന്നിൽ പറയും സലാപ്പിലാണ് സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റ് ആണല്ലോ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പല്ല സാറേ, ഇവൻ നുണ പറയുക. ഇവൻ കള്ളനാ. കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസ് സലാപ്പ ഞാനിത് ഇട്ടോണ്ട് നിക്കണത്. അല്ലാതെ ചെരക്കാനല്ലല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ? നീ പോലീസിനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? നീ എസ് ഐ രാജനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? എങ്ങനെയാ ഉരുട്ടല്? എങ്ങനെയാ? കളി എന്നോടാ. ഓരോന്ന് എണ്ണി എണ്ണിപ്പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? സാറേ, ഒളിക്കം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തത്ത പറയണല്ലോ ഞാൻ പറയും. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ? ഇത് കഴിഞ്ഞിട്ട് മതി. ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനിടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ? നീ പറയില്ലല്ലേ? അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ പുളുത്താനെ. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കളവ. അപ്പൊ താനാണ് ഇതിന്റെ തലവനല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി? ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ടൊന്ന് കൊടൈക്കനാൽ വരെ പോകാൻ ഇറങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്. ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ, പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാലൊന്ന് കാണിച്ചു കൊടുക്കി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടാ? കൊടൈക്കനാല്. ഊട്ടി കണ്ടല്ല. പോണോ? അങ്ങോട്ട് മാറില്ല. മിസ്റ്റർ രാജൻ, സതീശൻ പൂങ്കാവൻ അല്ലേ? നമുക്കൊരു ചർച്ച കൂടെ ആയല്ലോ. അയ്യോ സാറേ, എനിക്കതിനുള്ള ആവതില്ല സാറേ. നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പ്യാരെടുത്ത് വിളിച്ച്? ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചു. ഇല്ല സാറേ, 2 പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇല്ല സാറേ, 2 അല്ല 3 പ്രാവശ്യം. കൊറേ വിളിച്ചല്ലേ? അപ്പൊ പിന്നെ ശരിയാക്കി സാറേ. ചിരിക്കണ. അയ്യോ ചിരിച്ചല്ല, കരയാണ് സാറേ. നിനക്കൊക്കെ എണ്ണൊക്കെ കൃത്യമായിട്ട് അറിയാലോ. ദുഷ്ടന്മാരെ. ഡോക്ടർ അമ്പിളി മുങ്ങിയ പോലെ മുങ്ങിയാൽ മതിയായിരുന്നു. ഇതിപ്പോ എന്തായാലും 14 സാത്തെടുക്കും. ഞാൻ ഒരു കളി കളിച്ചു നോക്കാം. ചെല്ലേ. അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയിരു. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് മാറി നിലടാ. സാറേ, ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത്? സാർ, ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നത്. തന്നടേ? അല്ലേടാ. ഇത് 2 എഴുതിയര്. ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി. ശരി സാർ. വാടാ. ഇനി നിനക്കെന്തിര്? സാറേ, ഇത് കേസാക്കരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തിയാണല്ലേ ചെയ്തത്. നിനക്ക് താലപ്പൊടി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തിരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. പിന്നെ ഇവര് കാമുകന്മാരാ സാർ.
ഇവര് കാമുകന്മാര്. ഇവർക്ക് എന്തിനാ കൂതറ ലോഡ്ജിലെ പരിപാടി? അത് പിന്നെ സാറേ, ഇവൻ എൻ്റെ നാട്ടുകാരനാ സാറേ. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവൻ്റെ കല്യാണം നിശ്ചയിച്ച്. വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവൻ ഒളിച്ചോടി വന്ന താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ. അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും. സാറേ പ്ലീസ് സാറേ, സഹായിക്കണം. അങ്ങോട്ട് മാറില്ല. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. നീ എത്ര ശൂഷണത്? സാറേ പേടിച്ചിട്ടാ സാറേ, ഗ്യാസിന്റെ. നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യ്. പറയടാ. ശരി സാർ. ആണോടി? അതെ സാറേ. പക്ഷെ നിന്റെയൊക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കായിരുന്നു കളിക്കുന്നുണ്ടല്ലോ. അത് സാർ പോലീസ് ആയിട്ട് തോന്നണേ സാറേ. കള്ളല്ല സാറേ, സത്യം. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ നമ്പർ പറയും. അയ്യോ എന്തിനാ സാറേ? നിന്റെ തന്തയുടെ നമ്പർ പറയടാ. 9349146314. ഇനി നിന്റെ അച്ഛൻ നമ്പർ പറയും. സാറേ എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല. പിന്നെ നീ എങ്ങനെ ഉണ്ടായി? അതല്ല സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളതൊരു അമ്മാവനാ, കോമളമ്മാവൻ. അമ്മാവനാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത്. ആ കോമളെങ്കിൽ കോമളൻ നമ്പർ പറയും. 9344684361. 4361. ഇതിനകത്ത് കയറി കയറാ നീ. ഇനി എന്തിനു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ടെന്തായി? എന്നിട്ടെന്താവൻ നടക്കേണ്ടതൊക്കെ മുറ പോലെ നടന്നു. നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജീവിതം കോഞ്ഞാട്ടാക്കി ആത്മഹത്യയുടെ വക്കീലെത്തിക്കണത്. സാറേ എല്ലാത്തിനും കാരണക്കാരത ഇവനാ. ഞാനോ? ആദ്യം ഇവൻ എന്റെ മോളുടെ പുറകെ നടന്നു. ഭാഗ്യത്തിന് അവള് രക്ഷപ്പെട്ടു. ഇപ്പതാ എന്റെ മോന്റെ പുറകെ നടക്കുകയാണ് അവന്റെ ഭാവി നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കുകയാണല്ലോടാ. സാറേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പറ. എല്ലാത്തിനും കാരണക്കാരൻ്റെ ഇവനാണ്. ആദ്യം മോളുടെ പുറകെ നടന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇപ്പൊ മോന്റെ പുറകെ നടക്കുക അവനെ നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലേടാ? അല്ല പിന്നെ. സാറിന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് തന്നെ അല്ലേടോ? അതിനെന്നാ? അതെ, പകയൊക്കെ പിന്നെ വിട്ട. ആദ്യം സാറ് ചോദിച്ചതിന് ഉത്തരം പറ. അക്കാര്യൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ, എല്ലാം ഇവന്റെ പ്ലാനിങ്ങാ. അങ്ങനങ്ങ് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ മണിമൂഞ്ചിന്റെ അച്ഛ? ശരിയാണ് സാറേ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കല്യാണ തലേന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയതാണ് ഇവൻ. നീ എന്താ ഈ കാര്യം വീട്ടിൽ പറയാത്ത? അത് പേടിച്ചിട്ടാ സാറേ. ആര്? വീട്ടുകാരെ. നീ ഞങ്ങളെ പേടിക്കരുത്. പറയടാ. അത് പിന്നെ അമ്മ നിങ്ങളിവിടെ സ്വീകരിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ. ആര് പറഞ്ഞടാ ഞങ്ങൾ ഇവളെ സ്വീകരിക്കില്ലെന്ന്? വേറെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. നങ്കക്കുടം പോലെ ഇരിക്കുന്ന ഇവളെ ആര് വേണ്ടെന്ന് പറയും? അണ്ണാ ഈ ഡയലോഗിനെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നീലേ പറമ്പിനാൽ വീടടാ. സാറേ ഞങ്ങളിപ്പോ ഇനി എന്ത് ചെയ്യണോന്നാ സാറ് പറയുന്നത്? കല്യാണം അല്ലേ? ആരുടെ? ആരുടെ? ദേ നിന്റെ ഇവളുടെ. ഇവിടെ വെച്ച് എന്റെ മുന്നിൽ വെച്ച്. അതൊന്നും നടക്കൊന്നുമില്ല. അതെന്തിനു നടക്കാത്തത്? അത് പിന്നെ സാറേ ഇപ്പൊ രാഘുവാലത്ത് ശുപാർശ ചെയ്യാൻ ഉള്ള ശരിയാ. നീ മിണ്ടരുത്. എന്റെ മകന്റെ ഏറ്റവും വലിയ രാഹു നീയാ. രാഹുകാലല്ല, ഷിബുകാലം. ഗംഗാധരണ്ണ നിങ്ങളൊന്ന് അടങ്ങി. നമുക്ക് ഈ രാഹുകാലം കേട്ട് നടത്തിയാൽ മതിയില്ലേ? അയ്യോ അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യും? തനിക്കെന്തിന്? അല്ല ഈ കാശ് വാങ്ങിച്ചവരോടൊക്കെ. കാശ? അല്ല ഈ പന്തലിനും മുളയ്ക്കും ഒക്കെ ഉള്ള കാശേ. പന്തല് മുളൊക്കെ അവിടെ നിൽക്കട്ട്. ഇവളെ ഇവൻ തന്നെ കെട്ടും. സാറ് പറ്റില്ല സാർ, അതെനിക്ക്. കാര്യം പറ സാർ. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ഭഗവാന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ തല്ലിയിട്ടുള്ളൂ. സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കാരണവരുടെ സാധനമുണ്ട്. അതാണ് സാറേ. നല്ല പരിചയം. ഒന്നും പേടിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ സാർ. അത് പിന്നെ സാറേ, സാർ വിചാരിക്കണ പോലെ ഇവരൊന്നും ഈ ദൈവങ്ങളുടെ മുന്നിൽ വെച്ചൊന്നും കല്യാണം കഴിക്കൂല സാറേ. ആരുടെ മുന്നിൽ വെച്ച്? ഈ ദൈവത്തിന് മുന്നിൽ വെച്ച്. പക്ഷെ ഏത് ദൈവം എന്നാണ് പിടുത്തം കിട്ടാത്ത. ഫാദർ ഓഫ് നാഷൻ നിനക്ക് അറിയില്ലല്ലേ? സോറി സാർ, 15 അറിഞ്ഞില്ല സാർ. അങ്ങോട്ട് പറയണ്ട.
ജോർജ് സാർ ആരെ വിട്ടാലും ഈ കാട്ടുമാക്കാനെ മാത്രം വിടരുത് കേട്ടോ. രണ്ടുപേരും ചരിത്രം ശരിക്കും പഠിപ്പിച്ചു വിടാൻ. റൂം അറിയാലോ. ഓ ഡേ അങ്ങോട്ട് മാറിക്ക് മാറിക്കട അങ്ങോട്ട്. ആ അപ്പൊ പറയും എന്തിനു തീരുമാനം? കല്യാണം നടത്തണം തന്നെ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട സാറേ. അതെന്തിരി? നിനക്ക് ആ ഫോട്ടോയിൽ കണ്ട മഹാനം മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമോ? പിന്നെ ആരാ പറഞ്ഞൊരു പൈൻ്റ് വെച്ചാൽ പറ്റും. എന്തുകൊണ്ടാണെന്ന് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ എവിടെ വാങ്ങിച്ചേ? നാട്ടിൽ പേര് കേട്ട കുടുംബം ഞങ്ങളുടെ. അതിലും പേര് കേട്ട കുടുംബ ഞങ്ങളുടെ. മാത്രല്ല ഒരുപാട് ബന്ധുക്കളുണ്ട്. ബന്ധുക്കളെ ഞങ്ങൾക്ക് ഈ ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് ആഘോഷപൂർവ്വം ഇവന്റെ കല്യാണം നടത്തണമെന്നാ എന്റെ ഇവളുടെ ആഗ്രഹം. ദയവ് ചെയ്ത് സാർ എതിരൊന്നും പറയരുത്. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചെന്നിരിക്കട്ടെ. പിന്നീട് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്തൊരുറപ്പ്? ആദ്യ സത്യം. ആ ഉറപ്പ് ഞാനാണ് സാർ. സാറിന് എന്നെ വിശ്വസിക്കാം. മാമൻ എന്തിനു പറയണത്? എന്നാ പോനെ നിങ്ങൾ മാമന്റെ അഭിപ്രായം പറയും. ഇനി എന്നാ മാമൻ? എന്റെ പൊന്നു സാറേ, ഞാൻ എന്നാ പറയാനായിട്ടാ? കുടുംബം നോക്കാൻ വേണ്ടിട്ട് എന്റെ കൊച്ചി രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുക. ആ കഷ്ടപ്പാടിന് ഒരു അറുതി വന്നെങ്കിലും അവൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ, അത് തന്നെ വലിയ പുണ്യം. പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യന്റെ അഭിപ്രായം അതും ശരിയായിരിക്കും. ഞങ്ങൾക്ക് സമ്മതാണ് സാറേ, അതും 100 വട്ടം. അല്ലേ മോളെ? അതെന്താ മാമ അങ്ങനെ? മാമന്റെ വാക്ക് ഞാൻ എന്തെങ്കിലും ധിക്കരിച്ചു കേട്ടല്ലോ. ഞങ്ങൾക്ക് സമ്മതാണ് സാറേ.